ഹായ് എവ്രി വൺ, വെൽക്കം ടു മെൻട്ര ലേണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് NMMSലെ ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മള് ബയോളജി ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു 2 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ടോപ്പിക് അറിഞ്ഞാല് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളൊരു ഇതിന് മുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് പറഞ്ഞു തരാം. ഓക്കെ, അത് ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആൻസർ പറയണം. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും, ഈസിയാണ്. അപ്പൊ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു 3 ടോപ്പിക് നമുക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾ തന്നെ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്. മലയാളത്തിൽ നമ്മൾ ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ എന്ന് പറയും. ഓക്കെ, നമ്മള് 8th സ്റ്റാൻഡേർഡില് നമ്മൾ സെക്കൻഡ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോർഷൻ, നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. അപ്പൊ ആ ഒരു പോർഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഉള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പഠിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് പേര് ഞാൻ പറയുമ്പോൾ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, മലയാളത്തില് ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ. ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ഒരു പേജ് ഉണ്ട് സെക്കൻഡ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് പരാത ജീവനം അഥവാ പാരസൈറ്റിസം. ഓക്കെ, പരാത ജീവനം അഥവാ പാരസൈറ്റിസം. പരാതജീവനം, പാരസൈറ്റിസം, പേരോർത്ത് വെക്കാം, ഈസിയാണ്. ഒരാള് മറ്റൊരാളെ ഓശി ജീവിക്കും, അതിനാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് വിളിക്കുക. അതായത് അതിന്റെ എക്സാമ്പിൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തില് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തിൽ വളരുന്ന ചെള്ള്. ഈ ചെള്ള എന്താ പ്രത്യേകത? നമ്മളെ ശരീരത്തില് ചോര കുടിക്കും അല്ലെ. നമുക്ക് ആ ചെള്ളിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉപകാരമല്ല, സത്യത്തിൽ നമുക്ക് ദോഷമാണ് അതിനെ കൊണ്ടുള്ളത് അല്ലെ. നമ്മുടെ ഉള്ളിലെ ഒരു സാധനം നമ്മൾ രക്തം വലിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സാധനം അയാൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വലിച്ചെടുക്കണം. അതുകൊണ്ട് നമുക്ക് ദോഷമല്ലേ ഉണ്ടാവുക. അതിന് നമ്മൾ പാരസൈറ്റിസ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ വിരകൾ ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ വിരേന്റെ ഗുളികയൊക്കെ കൊടുക്കുമല്ലോ. അതേപോലെ നമ്മളെല്ലാരും വലിയ ആൾക്കാരൊക്കെ കുടിക്കും. ഈ വിരകളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ അനുവാദമില്ലാതെ നമ്മളറിയാതെ നമ്മളെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെയും സാധനങ്ങളെയൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അത് നമുക്ക് ദോഷകരമല്ലേ? നമുക്ക് വേണ്ട സാധനം അവരെടുക്കുകയാണ്. അതിന് നമ്മൾ പാരസൈറ്റിസം അഥവാ പരാത ജീവനം എന്ന് പറയാം. ഓക്കെ ആണല്ലോ പാരസൈറ്റിസം. ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ഇത്തിൽക്കണ്ണി. കണ്ടിട്ടില്ലേ? മറ്റേ മാവുമൊക്കെ വളരുന്ന ഇത്തിൽക്കണ്ണി. നമ്മൾ പറയും അതിലും ഇത്തിൽക്കണ്ണി പിടിച്ചു, ഇനിയിപ്പൊ ആ മാവ് ഉണ്ടാവില്ല, അത് പെട്ടെന്ന് കേടാവുന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ ഈ ഇത്തിൽക്കണ്ണി എന്താ വെച്ചാൽ ഈ മാവിന്റെ ഉള്ളിലെ സാപ്പിലെ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്ന ആളാണ്. വേര് ഇറങ്ങി അതിന്റെ പുറത്ത്, മാവിന്റെ പുറത്ത് പിടിച്ചിരുന്നിട്ട് മാവിന് വേണ്ട സാധനങ്ങൾ വലിച്ചെടുക്കും. അപ്പൊ മാവിന് ഇത് ദോഷകരമാണോ? ആണ്. ഒരാൾക്ക് ഗുണകരം, മറ്റൊരാൾക്ക് ദോഷകരവുമായിട്ടുള്ളതാണ് പാരസൈറ്റിസം. ഒക്കെ ഒരാൾക്ക് ഉപകാരം, ആർക്ക്? ഇത്തിൽക്കണ്ണിക്ക് ഉപകാരം, ചെള്ളിന് ഉപകാരം, മാവിന് അല്ലെങ്കിൽ നായക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് പറയുന്നത്. വായിച്ചു തരാം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. പരാതം ആഹാരത്തിനായി ആതിഥേയ ജീവി ആശ്രയിക്കുന്നു. ഇപ്പൊ ഇവിടെ പരാതം എന്ന് പറയുന്നത് ആരാണ്? ചെള്ളാണ്. ഇവിടെ ഉദാഹരണം നമ്മൾ പറയുന്നുണ്ട്. ആതിഥേയ ജീവി ആരാണ്? നായ. ഓക്കെ, ഇംഗ്ലീഷ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. പാരസൈറ്റിസം, വൺ ഈസ് ബെനഫിറ്റഡ്, ഒരാൾക്ക് ഉപകാരം, ദി അതർ ഈസ് ഹാംഡ്, മറ്റൊരാൾക്ക് ദോഷകരം. പാരസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് ഓർഗാനിസം ഫോർ ഫുഡ്. എക്സാമ്പിൾ ആണ് ഡോഗ് ആൻഡ് ഫ്ലീ. ഓക്കെ, ഇവിടെ ഡോഗ് ആണ് എന്ത്? ഹോസ്റ്റ്. പാരസൈറ്റ് ആരാണ്? ഫ്ലീ. ഓക്കെ, ഹോസ്റ്റ് ആരുടെ ശരീരത്തിലാണ് കയറുന്നത് അവരാണ് ഹോസ്റ്റ്. അതാണ് പരാതജീവനം. നെക്സ്റ്റ് വൺ ഇരപിടുത്തം അഥവാ പ്രിഡേഷൻ. നമുക്ക് പേര് കേട്ടതന്നെ മനസ്സിലാവില്ലേ? ഇരപിടുത്തത്തിന്റെ എക്സാമ്പിൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതാണ് എന്ത്? ഒരു കടുവ, ഒരു പുലിയും ഒരു മാനും അല്ലെ. ഒരു കടുവയും മാനും ഓർത്തു വെക്കാം. അപ്പൊ എന്താണ്? ആരാണ് ഇര? കടുവ അല്ലെ, സോറി മാന്. പിന്നെ അതിന് പിടിക്കുന്ന ആള് പ്രിഡേറ്റർ ആണ്. ആര്? കടുവ. ഇത് ഒരാൾക്ക് ദോഷകരം, മറ്റൊരാൾക്ക് ഗുണകരമാണ് അല്ലെ. ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാവുന്നു. ഒരാൾക്ക് ഭക്ഷണം കിട്ടുന്നു, ഒരാൾക്ക് അയാളുടെ ജീവൻ തന്നെ നഷ്ടമാവുന്നു. ഉദാഹരണമാണ് പരുന്തും കോഴി ഇല്ലേ. പരുന്തും കോഴിയും പലതും ഉണ്ട്, പലതരം ഉദാഹരണം. മനസ്സിലായല്ലോ സംഭവം? അപ്പൊ ഓർത്തു വെക്കാം. ബെനഫിഷ്യൽ ടു വൺ, ഹാംഫുൾ ടു അനദർ, ദ പ്രേ ബിക്കംസ് ഫുഡ് ടു ദ പ്രിഡേറ്റർ. അതിന് എക്സാമ്പിൾ ആണ് ഈഗിൾ ആൻഡ് ചിക്കൻ. നെക്സ്റ്റ് വൺ കമൻസാലിസം. കമൻസാലിസം എന്താണ്? കമൻസാലിസം ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല.
ഒരാൾക്ക് ഉപകാരമുണ്ട്, മറ്റൊരാൾക്ക് അതിനെ കൊണ്ടൊരു ഗുണമല്ല, എന്നാ ദോഷമല്ല, അവിടെ ഇരുന്നോട്ടെ, എനിക്ക് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് കമൻസാലിസം എന്ന് പറയുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്. ഒരാൾക്ക് ഉപകാരമുണ്ട്, മറ്റൊരാൾക്ക് ഗുണമല്ല, ദോഷമല്ല. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. മരവാഴയും മരവും. മരവാഴയും മരവും. നമ്മുടെ മരത്തിലുണ്ട മരവാഴ, വാണ്ട എന്ന് പറയും. ഓക്കെ, മരവാഴ ഒരു ഓർക്കിഡ് പോലത്തെ ഒരു സാധനമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നാവോ? അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന് ഒരു സപ്പോർട്ടാണ് വേണ്ടത്. ആ സപ്പോർട്ട് എവിടുന്ന് കിട്ടും? ഈ മരത്തുമ്മ എന്തുമേ നിന്നാലും അത് സപ്പോർട്ടായിട്ട് വളരും. അപ്പൊ മരം ആവുമ്പോ അതിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. മരത്തിൽ നിന്ന് സാപ്പ് വലിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മരത്തിന് ഒരു ദോഷവും ഇല്ല. എന്നാ ഗുണമുണ്ടോ? ഇല്ല, അതവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് കമൻസാലിസം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഇംഗ്ലീഷിൽ കമൻസാലിസം ബെനഫിഷ്യൽ ടു വൺ, നീദർ ബെനഫിഷ്യൽ നോർ ഹാംഫുൾ ടു അനദർ. ഉപയോഗമല്ല, ദോഷമല്ല. എക്സാമ്പിൾ ആണ് വാണ്ട ആൻഡ് ഫ്രീ. മരവാഴന്റെ ഇംഗ്ലീഷാണ് വാണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ മ്യൂച്വലിസം. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയില്ലേ, മ്യൂച്വലിസം. രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് സസ്യവും പൂമ്പാറ്റയും. പൂമ്പാറ്റ സസ്യത്തിലിരിക്കുന്ന കൊണ്ട് സസ്യത്തിന് ഉപകാരമുണ്ട് ഇല്ലേ? പൂമ്പാറ്റ സസ്യത്തിൽ വന്നിരിക്കുമ്പോ പൂമ്പാറ്റയ്ക്ക് വേണ്ട ഭക്ഷണം കിട്ടും. അല്ലെങ്കിൽ തേനീച്ച വന്ന ഒരു പൂവിൽ വന്നിരിക്കുമ്പോ തേനീച്ചയ്ക്ക് തേൻ കിട്ടും. പൂവിന് എന്ത് സംഭവിക്കും? അവിടെ വന്നിരുന്ന പൂമ്പാറ്റ മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോ എന്ത് ചെയ്യും? അതിന്റെ പോളിനേഷൻ നടക്കും അല്ലെ? അതിന് പോളിനേഷൻ നടക്കും. അത് അതിന്റെ പൂമ്പൊടി മറ്റു പൂമ്പ പോയിരിക്കുന്നു, അങ്ങനെ അവിടെ പോളിനേഷൻ നടക്കും. അതിന് ഉദാഹരണമാണ് സസ്യം, പൂമ്പാറ്റ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തേനീച്ചയും പൂവും. ഇതൊക്കെ മ്യൂച്വലിസം. പേര് തന്നെ ഉണ്ട് ഉത്തരം, മ്യൂച്വൽ. രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മ്യൂച്വലിസം. ഓക്കെ, രണ്ടു ജീവികൾക്കും ഗുണകരം. ഓർത്തു വെക്കാം, ബെനഫിഷ്യൽ ടു ബോത്ത് ഓർഗൻസ്. നമ്മളിത് പഠിക്കുമ്പോൾ കാണാതെ പഠിക്കുന്നേക്കാൾ ബെറ്റർ ആ പേരൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ഓക്കെ ഇതാണ് ഇത് മ്യൂച്വലിസം, രണ്ടുപേർക്ക് ഉപകാരം. പ്രിഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്തം എന്താണ്? ഒരാൾക്ക് ദോഷം, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടും. പാരസൈറ്റിസം, ഒരാൾക്ക് ദോഷം, ഒരാൾക്ക് ഗുണം. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. കാണാപാഠം പഠിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ NMMSലേക്ക് പ്രത്യേകത അതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോ ആകെ തല തിരിഞ്ഞു പോകും. നമ്മൾ ഒരു കോഡൊക്കെ ഇട്ട് മനസ്സിലാക്കി പഠിക്കാം. ലാസ്റ്റ് വണ്ണാണ് മത്സരം അഥവാ കോമ്പറ്റീഷൻ. പേര് തന്നെ ഉണ്ട് ഉത്തരം, മത്സരം. ഓട്ട മത്സരം, ഒരാൾ ജയിക്കും. ആദ്യം രണ്ടുപേർക്കും ഒരു ഓട്ട മത്സരത്തിൽ വിടുമ്പോ ആദ്യം രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ് അല്ലെ? നിങ്ങളൊരു ഓട്ട മത്സരത്തിന് പോവാണെന്ന് വിചാരിക്കാം. അത് രണ്ടുപേരും കഷ്ടപ്പെട്ട് ഓടും. അവസാനം ഫസ്റ്റ് എത്തുന്ന ആൾക്ക് ഗുണകരം, മറ്റേ ആൾക്ക് പിന്നെ ജയിക്കില്ല അല്ലെ? അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. വിളയും കളയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പാഡി ഫീൽഡ്, ഒരു നെൽപ്പാടാണെന്ന് വിചാരിക്കാം. ഈ നെല്ല് വളരുന്നതിന്റെ കൂടെ വളരുന്ന ആളാണ് കള. പലതരം ഈ പലതരം ചെടികള് വളരുന്ന സമയത്ത് നെല്ല് വളരുന്നതും ഈ കളയും ഒരേപോലെ ഹൈറ്റിൽ വളർന്നു വരും. ആരാണോ ഹൈറ്റ് കൂടുതൽ വളരുന്നത് പിന്നെ അയാൾക്കാണ് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുക. അയാളാണ് പിന്നെ സർവൈവ് ചെയ്യുക. മറ്റേ ആൾക്ക് സൂര്യപ്രകാശം കിട്ടില്ല, പിന്നെ അയാൾ ചെറുതായി പോവും, അപ്പൊ അയാള് നശിച്ചു പോവും. അതാണ് കോമ്പറ്റീഷൻ, മത്സരം. ആദ്യം രണ്ടുപേർക്കും ദോഷകരം തന്നെയാണ്. പിന്നെ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഗുണകരമായിരിക്കും, മറ്റേ ആൾ ഇല്ലാണ്ടായി പോകും. മത്സരം തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നീട് വിജയിക്കുന്നതിന് ഗുണം. ഉദാഹരണമാണ് വിളയും കളയും. Competition. At first harm to both, later benefit for the winner. ക്രോപ്പ് ആൻഡ് വീഡ്. ഓർത്ത് വെക്കുക കേട്ടോ ഈ ടോപ്പിക്. ഇത് കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻ വരുമ്പോ ഞാൻ ഉത്തരം പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ഉത്തരം പറയണം. അതിനാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് കോമ്പണൻസ് ഓഫ് ബ്ലഡ്. മറ്റൊരു ടോപ്പിക്കാണ് രക്തത്തിൽ ഉണ്ടാവുന്ന കോമ്പണൻസ്. നമ്മുടെ രക്തത്തിൽ ഉണ്ടാവുന്ന കോമ്പണൻസ് കേട്ടോ. രക്തത്തിൽ എന്തൊക്കെ, നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ബ്ലഡ് അഥവാ രക്തം. രക്തത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്മയും ബ്ലഡ് സെൽസ് അഥവാ രക്തകോശങ്ങളും. ഒന്ന് പ്ലാസ്മ, രണ്ട് ബ്ലഡ് സെൽസ് അഥവാ രക്തകോശങ്ങൾ. ഓക്കെ, പ്ലാസ്മയിൽ എന്തൊക്കെയുള്ളത്? വെള്ളം, പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതർ കോമ്പണൻസ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് 9th ഒരു പോർഷൻ ആണ്, 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു പോർഷൻ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചാർട്ട് ആക്കിയിട്ട് ടെക്സ്റ്റിലുള്ള ചാർട്ട് ഇവിടെ കൊടുത്തതാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് 9th പഠിക്കാനുള്ള ഒരു പോർഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ പഠിച്ചു വെക്കുക നമ്മള്.
പ്ലാസ്മയിൽ എന്തൊക്കെ? പ്ലാസ്മ നമ്മുടെ ശരീരത്തിന്റെ 55 ബ്ലഡിന്റെ രക്തത്തിന്റെ 55% പ്ലാസ്മയും ബാക്കി 45% രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെൽസും ആണ്. പ്ലാസ്മ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? വെള്ളം, വാട്ടർ, പ്രോട്ടീൻ, അതർ കോമ്പണൻസ്, ജലം, പ്രോട്ടീനുകൾ, മറ്റു ഘടകങ്ങൾ. പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ ഏതാ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, എന്തായാലും പഠിക്കല്ലേ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. എന്താ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതാണ് പ്ലാസ്മയിൽ പറയുന്നത്. പിന്നെ രക്തകോശങ്ങൾ ആരൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ആരൊക്കെ രക്തകോശങ്ങൾ? ഒന്ന് റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്തകോശങ്ങൾ, RBCs. ഇവരുടെ ഷേപ്പ് ഒരു ഡിസ്ക് ഷേപ്പ്, ഇങ്ങനെ ഒരു ഡിസ്ക് ഷേപ്പിലാണ് RBCസിന് നമുക്ക് കാണപ്പെടുക കേട്ടോ. പിന്നെ ഉള്ളത് വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്തകോശങ്ങൾ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ല്യൂക്കോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രക്തകോശങ്ങൾ. ഓക്കെ, നമ്മൾ രക്തകോശങ്ങളുടെ പേര് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, ബെൻ എം. ഒരു 4 എണ്ണത്തിനൊക്കെ പഠിക്കാൻ ഏറ്റവും എളുപ്പം നമ്മളെ സ്പൈഡർമാന്റെ അങ്കിൾ ബെൻ എം എന്ന് കൊടുക്കാം. ബേസോഫിൽ, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാണ്ട് വെറുതെ പറഞ്ഞ കേട്ടോ. രക്തകോശങ്ങളുടെ പേര് ബേസോഫിൽ, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, അങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മുടെ രക്തത്തിനെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ രക്തത്തില് ബ്ലഡ് സെൽസും ഉണ്ട്, അതേപോലെ പ്ലാസ്മയുണ്ട്. രക്തകോശങ്ങളിലുള്ള ആൾക്കാരാണ് വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, ചെറിയൊരു ടോപ്പിക് ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു ടോപ്പിക്, ഇതും കൂടെ പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഒരു 3 എണ്ണമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ലെയറിങ്, ബഡ്ഡിങ്, ടിഷ്യൂ കൾച്ചർ. ഓക്കെ, മലയാളത്തിലും നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുമ്പോൾ ലെയറിങ്, ബഡ്ഡിങ്, ടിഷ്യൂ കൾച്ചർ. വെജിറ്റേറ്റീവ് അസെക്ഷൽ ആണ്. ഓക്കെ, ഇതില് ഒരു ഫീമെയിൽ പാർട്ടും ഒരു മെയിൽ പാർട്ടിന്റെ ആവശ്യമില്ല. ഒരു ചെടിന്റെ തണ്ടോ കൊമ്പോ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അഡ്ജസ്റ്റ് ചെയ്താക്കുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അസെക്ഷൽ ആണ്. ഓക്കെ, ഒരു ഫീമെയിലും മെയിലിന്റെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയാണിത്. ഇതിൽ ഒന്ന് നമ്മൾ പറയുന്നതാണ് ലെയറിങ്. ചിത്രം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടുമാണ് ലെയറിങ്. പല തരമുണ്ട്. ഒരു ചെടീനെ എന്താ ചെയ്യുക, ആ ചെടി ആയിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മാതൃസസ്യത്തിൽ നിന്ന്, മാതൃ പ്ലാന്റിൽ നിന്ന് വെട്ടിമുറിക്കാതെ അതിൽ വേരുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ലെയറിങ് എന്ന് പറയാം. ഇത് നോക്കൂ, ഈ 1ാമത്തെ ചിത്രം ഞാൻ അടയാളപ്പെടുത്തിയ 1ാമത്തെ ചിത്രം നോക്കൂ. കണ്ടോ, ആ ചെടീന്റെ ഇതെന്ത് ചെയ്തു നമ്മൾ കണ്ടു. ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്തു, മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ കണ്ടോ, വേര് മുളയ്ക്കുന്നത് വരെ അതിന് നമ്മൾ അങ്ങനെ ചെയ്തു. കണ്ടോ, വേര് മുളച്ച് കഴിഞ്ഞിട്ട് ഈ കട്ട് കൊടുത്തിട്ടുള്ള വേര് മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ഇത് ഇല്ലാണ്ടായി പോകുന്നില്ല, പേടില്ല. വേര് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ വേര് മുളച്ചു കഴിഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ഇതാക്കും. ഇതൊരു തരം ലെയറിംഗ് ആണ്. അതേപോലെ മറ്റൊരു തരം ലെയറിംഗ് ആണ് ഈ കാണുന്നത്. നമ്മൾ മാവിലൊക്കെ നമ്മൾ കൂടുതലും എന്ത് ചെയ്യും, ഇത് കണ്ടോ, ഇതിപ്പോ ഇവിടെ എന്താ ഇതാണ് ആ ലെയറിംഗ്. അവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ്, ഈ മാവിന്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട് ഇതിന്റെ തൊലി ഭാഗം എന്ത് ചെയ്യും, മുറിച്ച് കളഞ്ഞിട്ട് തൊലി മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഈ ചകിരിച്ചോറും മണ്ണൊക്കെ വെച്ചിട്ട് ഇതാ കണ്ടോ, പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കും. ഇത് കണ്ടോ, വേര് വന്നത് കണ്ടോ, 2 മാസം കഴിയുമ്പോൾ വേര് വരും, മരത്തിനനുസരിച്ച് മാറും. വേര് വന്നു കഴിഞ്ഞാൽ നമുക്കിന് മുറിച്ചളാം. അതിനാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അസെക്ഷൽ ആണ്. ഇതിനൊരു ഫീമെയിലോ മെയിലോ വേണ്ട. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. രണ്ടാമതാണ് ബഡ്ഡിങ്. കണ്ടോ, ഈ ചെടീന്റെ ഇതൊരു ചെടി, ഇത് മറ്റൊരു ചെടി കേട്ടോ, ഇത് വേറൊരു ചെടി. ഈ ചെടീന്റെ ബഡ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ഒരു ബഡ് മുകുളം, ഇത് മുളച്ചു വരുന്ന പുതിയൊരു സാധനം സ്റ്റെം ഉണ്ടായി വരുന്ന ഭാഗത്തിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്തെ ചെടിയുമ കൊണ്ടുപോയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റി വെക്കും. അത് പിന്നെ അവിടെ അങ്ങനെ പുതിയൊരു കമ്പായിട്ട് വളർന്നു വരും. അതിനാണ് ബഡ്ഡിങ് എന്ന് പറയാം. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രാഗ്മെന്റ്സ്, ടിഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എടുത്തിട്ട് ഭയങ്കര സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്റ്റെറൈൽ ആയിട്ട് ബാക്ടീരിയ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഒന്നും വരാൻ പറ്റാത്ത രീതിക്കുള്ള ഭയങ്കര സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അതിനെ വളർത്തുന്നതാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയാം. ഓക്കെ, ഒരു ചെടീന്റെ
ഏതെങ്കിലുമൊക്കെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ സെൽസിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് അതിന് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അതിന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇതൊക്കെ അസെക്ഷൽ ആണെന്ന് ഓർക്കുക കേട്ടോ. അതായത് മെയിലും ഫീമെയിലും ഇല്ലാത്ത, മെയിലിന്റെ ഫീമെയിലിന്റെ ആവശ്യമില്ല, ഇതിനാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇത്ര ടോപ്പിക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നും കൂടെ വേണമെങ്കിൽ കാണാം. ഇനി നമ്മൾ ഒന്നുകൂടെ ബാക്ക് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ എന്താ, ലൊറാന്തസ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കട്ടോ. അതിൽ നമുക്കൊരു NMMS ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ചോദ്യം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മലയാളം നോക്കി നോക്കാം. മലയാളത്തിൽ നോക്കിയിട്ടാ ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ മലയാളം വായിച്ചിട്ട് ഇപ്പൊ ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായാൻ പറഞ്ഞുതരാം. ലൊറാന്തസ് ഗ്രോസ് ഓൺ എ മാംഗോ ട്രീ, മാംഗോ ബ്രാഞ്ച്. ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാംഗോ ആൻഡ് ദ ലൊറാന്തസ് ഈസ്. എന്താ ലൊറാന്തസ്? ഇതിപ്പോ എപ്പോഴും പറഞ്ഞുതരാൻ ടീച്ചർ ഉണ്ടാവില്ല അല്ലെ പരീക്ഷയ്ക്ക്. അപ്പൊ നമ്മള് നേരെ മലയാളം നോക്കും. ഒരു മരത്തിൽ ഇത്തിൽ കണ്ണി വളരുന്നു. ഈ ഇത്തിൽ കണ്ണിയും മരവും തമ്മിലുള്ള ബന്ധം എന്ത് തരമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ പ്രിഡേഷൻ. നമ്മൾ പഠിച്ചു പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ കഴിക്കുന്നത് അല്ലെ. നമ്മള് മാനിന്റെയും പുലിന്റെയും അല്ലെങ്കിൽ പരുന്തും കോഴീന്റെ ഒക്കെ കാര്യമൊന്നും പ്രിഡേഷൻ പറഞ്ഞത് ഇരപിടുത്തം അതല്ല. കോമ്പറ്റീഷൻ, മത്സരമാണോ ഉള്ളത്? അല്ല, മത്സരം നമ്മൾ വിളയും കാളയൊക്കെ പറഞ്ഞു അല്ലേ. രണ്ടുപേർക്കും ആദ്യം ദോഷകരം, പിന്നെ വിജയിക്കുന്ന ആൾക്ക് സുഖം എന്നാ പറഞ്ഞത്. പാരസൈറ്റിസം, പരാദജീവനം അതല്ലേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ആണോ? ആണ്. ഇത്തിൽ കണ്ണി എന്ത് ചെയ്യും? ഇത്തിൽ കണ്ണി മാവിന്റെ സാപ്പിനെ വലിച്ചെടുക്കും. കുറെ കാലം കഴിഞ്ഞ് ഇത്തിൽ കണ്ണി വളരും, മാവ് നശിച്ചു പോവും. ഒരാൾക്ക് ദോഷകരം, മറ്റൊരാൾക്ക് ഗുണകരം. ഇവിടെ അതല്ലേ സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, പാരസൈറ്റിസം. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടി, പരാദജീവനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. അഥവാ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ആരാണ് നമ്മൾ ചോദിക്കുന്നത്. ഓപ്ഷൻ എ പ്ലാസ്മ, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ സി റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്തകോശം, ഓപ്ഷൻ ഡി വൈറ്റ് ബ്ലഡ് സെൽ അഥവാ വെളുത്ത രക്തകോശം. ആരാ കൂട്ടത്തിൽ പെടാത്തത്? നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇവര് 3 പേരും ആരാ? പ്ലേറ്റ്ലെറ്റ്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രത്യേകത എന്താണ്? ഇവരാണ് രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആളാണ് പ്ലാസ്മ അല്ലെ. നമ്മൾ 55% പ്ലാസ്മയാണെന്ന് പറഞ്ഞു. ഇവര് 3 പേരും രക്തകോശങ്ങളാണ്. പ്ലാസ്മ സെപ്പറേറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, പ്ലാസ്മ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 62. ദ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ് ഡിസ്ട്രിക്ട്. ഏത് ജില്ലയില്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഡാഷ് ആണ്. ഏതാണ് ജില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും കേന്ദ്ര ഗവേഷണ അഥവാ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മൾ ഐക്കർ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുക. ഐക്കർ എന്നിട്ട് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ശ്രീകാര്യം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഐക്കർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ കോമൺ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കുമല്ലോ. അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ബാക്കി പിന്നെ നമ്മൾ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഐക്കർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്താണ് ഉള്ളതെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധമില്ലാത്തത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞാൽ അസെക്ഷൽ ആണ്. കായിക പ്രത്യുൽപാദനത്തിൽ ഉൾപ്പെടാത്തത്. കായിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ അസെക്ഷൽ ആണ്. ഒരു ഫീമെയിൽ മെയിലിന്റെ ആവശ്യമില്ല. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലെയറിങ് കായികത്തിലുണ്ട്, നമ്മളിപ്പോ പഠിച്ചു. ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചോ? ഇല്ല. ആൻസർ ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത ഹൈബ്രിഡ് വെറൈറ്റീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈബ്രിഡൈസേഷനിൽ ഒരു ഫീമെയിലും ഒരു മെയിലും വേണ്ടി വരും. ഇതില് 2 പേരിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ എടുത്തിട്ട് പുതിയൊരു വെറൈറ്റി, ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കുക. ഓക്കെ, അതിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഫീമെയിലിന് മാതൃസസ്യത്തിന് ഒരു ഹൈറ്റ് കൂടിയതും ഒരു ഹൈറ്റ് കൂടിയ തക്കാളി ചെടിയും
അതേപോലെ ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് തക്കാളി ഉണ്ടാവുന്ന ഒരു ചെടിയും ഹൈറ്റ് കൂടിയ വലിയ തക്കാളി ഉണ്ടാവുന്ന ഒരു ചെടീനെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യാം, വലിയ തക്കാളി ഒരുപാടെണ്ണം ഉണ്ടാവുന്ന രീതിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഒരു മെയിലിനെ ഫീമെയിലിനെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇതെന്താണ്? ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഒരു മെയിലും ഫീമെയിലും ആവശ്യമാണ്. മറ്റേതൊക്കെ അസെക്ഷൽ ആണ്. മെയിലും ഫീമെയിലും വേണ്ട. ഒരു ചെടീന്റെ തണ്ടോ ബ്രാഞ്ചൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് സീൻ ആസ് എ നെറ്റ്വർക്ക് ആൻഡ് ഡാഷ് ഈസ് സീൻ ആസ് എ സ്ഫെറിക്കൽ ബോഡി ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ഇവിടെ ചോദ്യത്തിൽ ന്യൂക്ലിയോപ്ലാസത്തിന് കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം ന്യൂക്ലിയോപ്ലാസം എന്താണെന്ന് അറിയണം അല്ലെ. ഇതാ, നമുക്ക് എന്താണ് ന്യൂക്ലിയോപ്ലാസം എന്ന് നോക്കി നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട ചോദ്യത്തിലുള്ള ആൾക്കാരെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നിങ്ങൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കലോ. ഒന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോഴുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന്, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട്, ആ ക്വസ്റ്റ്യന് ഏതാണ് ആൻസർ ശരി എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് മറ്റുള്ള ഉത്തരങ്ങൾ തെറ്റ് എന്നുള്ളതും കൂടെ പഠിക്കാം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് നമുക്കിപ്പോ ചില നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, വീഡിയോയിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ശരിയാണെന്നും എന്തുകൊണ്ട് മറ്റുള്ളത് തെറ്റി എന്നും പഠിച്ചാല് നിങ്ങൾ ആക്ച്വലി ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല പഠിക്കണേ, മറ്റു 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പഠിക്കുന്ന ന്യൂക്ലിയോപ്ലാസം എന്താ? ഹൈലി വിസ്കസ് ജെൽ ലൈക്ക് ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് യൂകാരിയോട്ടിക് കോശങ്ങളുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് എന്ത്? ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് കോശങ്ങളുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് ന്യൂക്ലിയോപ്ലാസം. അതിലെന്തുണ്ട്? ക്രൊമാറ്റിൻ ത്രെഡുകൾ ഉണ്ട്. ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താ? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മുടെ ജനിതക വസ്തു, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കാണപ്പെടുക. നമ്മളാക്കി മാറ്റുന്ന സാധനമാണ്. ആ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കാണപ്പെടുന്ന സ്ഥലമാണ് ന്യൂക്ലിയസ്. യൂകാരിയോട്ടിക് കോശങ്ങളുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സാധനമാണ് ന്യൂക്ലിയോപ്ലാസം. അതിലെന്തുണ്ട്? ക്രൊമാറ്റിൻ ത്രെഡുകൾ ഉണ്ട്. അതേപോലെ ന്യൂക്ലിയോലസ് ഉണ്ട്. ഇതിന്റെ പണി എന്താ? പ്രൊവൈഡ് മീഡിയം ഫോർ ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മൂവ് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ടുണ്ട്. അതേപോലെ ആക്ടിവിറ്റീസ് ഓഫ് ന്യൂക്ലിയസ് സച്ച് ആസ് സെൽ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ. ന്യൂക്ലിയസിലെ സെൽ ഗ്രോത്ത് ഡിവിഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഈ റൗണ്ട് ആയിട്ടിരിക്കുന്ന ആളാണ് ന്യൂക്ലിയോലസ്. ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. ത്രെഡ് ലൈക്ക് ഇങ്ങനെ ഒരു നൂല് പോലെ ത്രെഡ് ലൈക്ക് ആയിട്ട് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നതാണ് ക്രോമാറ്റിൻ. അപ്പൊ ഇതിലുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോപ്ലാസത്തിന്റെ ഉള്ളിലുള്ളതാണ് ഇതാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിന്റെ ഉള്ളിലാണ് എന്തൊക്കെ ഉള്ളത്? ന്യൂക്ലിയോലസും ക്രോമാറ്റിനും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. Dash is seen as a network and dash is seen as a spherical body in the nucleoplasm. മർമ്മദ്രവ്യത്തിൽ, ന്യൂക്ലിയോപ്ലാസം അഥവാ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നവയെ ഡാഷ് എന്നും ഗോളാകൃതിയിൽ കാണപ്പെടുന്നവയെ ഡാഷ് എന്നും പറയുന്നു. ഇതിൽ വലക്കണ്ണി വരി കാണുന്നത് ആരാ? അതാ കിടക്കണു, അതാരാ? ക്രോമാറ്റിൻ. ഗോളാകൃതിയിൽ കാണുന്നത് ആരാ? ന്യൂക്ലിയോലസ്. ഓപ്ഷൻ നോക്കി നോക്കാം. ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ്. ഓപ്ഷൻ ബി ക്രോമാറ്റിൻ റെട്ടിക്കുലം ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓപ്ഷൻ സി ന്യൂക്ലിയോലസ് ക്രോമാറ്റിൻ റെട്ടിക്കുലം. ഓപ്ഷൻ ഡി ക്രോമാറ്റിൻ റെട്ടിക്കുലം ന്യൂക്ലിയോലസ്. നമ്മൾ ചോദ്യം നോക്കി വായിക്കണം. ഡാഷ് ഈ സീൻ ആസ് എ നെറ്റ്വർക്ക് ആയിട്ട് കാണുന്നത് ആരായിരുന്നു? ക്രോമാറ്റിൻ റെട്ടിക്കുലത്തിനായിരുന്നു. ക്രോമാറ്റിനായിരുന്നു നെറ്റ്വർക്ക് ആയിട്ട്. വലക്കണ്ണികൾ പോലെ കണ്ടത് ക്രോമാറ്റിൻ ജാലികേനായിരുന്നു. സ്ഫെറിക്കൽ വട്ടത്തിൽ കണ്ടതാണ് ന്യൂക്ലിയോലസ് അഥവാ മർമ്മകം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, a pigment which imparts color is. കളർ കൊടുക്കുന്നത് ഏത് കളറ്? വിച്ച് ഇമ്പാർട്ട് റെഡ് കളർ. ചുവന്ന നിറം നൽകുന്ന വർണ്ണക വസ്തു ഏതാന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള ഓരോ ഓപ്ഷൻസും പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ എ എന്താണ്? കരോട്ടിൻ ആണ്. കരോട്ടിൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ അറിയേണ്ടത്, കരോട്ടിൻ ഒരു പ്ലാന്റ് പിഗ്മെന്റ് ആണ്. ചെടികളിൽ കാണുന്ന, സസ്യങ്ങളിൽ കാണുന്ന സസ്യങ്ങൾക്ക് ഓറഞ്ച് കളർ കൊടുക്കുന്ന ആളാണ് എന്ത്?
കരോട്ടിൻ എന്ന് പറയുന്നത്. ഓക്കെ, സസ്യങ്ങൾക്ക് പ്ലാന്റ് പിഗ്മെന്റ് ഗീവ്സ് ഓറഞ്ച് കളർ ടു ക്യാരറ്റ് ആൻഡ് പംകിൻ. ക്യാരറ്റിനും പംകിനും ഒക്കെ ഓറഞ്ച് കളർ കിട്ടാൻ കാരണമാണ് കരോട്ടിൻ. ഓർത്ത് വെക്കുക, ക്യാരറ്റും പംകിനും ഒക്കെ ഓറഞ്ച് കളർ കിട്ടാൻ കാരണം ആരാണ്? കരോട്ടിൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് ക്സാന്തോഫിൽ. എന്താണ് ക്സാന്തോഫിൽ? ക്സാന്തോഫിലും എന്താണ്? ഒരു പ്ലാന്റ് പിഗ്മെന്റ് തന്നെയാണ്. ഇറ്റ് ഗീവ്സ് യെല്ലോ കളർ ടു ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ക്സാന്തോഫിലിന്റെ പണി യെല്ലോ കളർ കൊടുക്കും. ആർക്കൊക്കെ? ലീവ്സ്, അതേപോലെ ഫ്ലവേഴ്സ്, പൂക്കൾക്കും ഇലകൾക്കും മഞ്ഞ കളർ കൊടുക്കുന്ന ആളാണ് ആര്? ക്സാന്തോഫിൽ. അപ്പൊ കരോട്ടിൻ പഠിച്ചു, ക്സാന്തോഫിൽ പഠിച്ചു. ക്യാരറ്റ് കരോട്ടിൻ ഓർത്ത് വെച്ചാൽ മതി. ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിൻ, ക്സാന്തോഫിൽ ആണെങ്കിൽ മഞ്ഞ യെല്ലോ കളർ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഹീമോഗ്ലോബിൻ. എവിടെ കേട്ടിട്ടുള്ളത്? ഹീമോഗ്ലോബിൻ എവിടെയുള്ളത്? നമ്മുടെ ബ്ലഡില്. നമ്മുടെ ബ്ലഡ് റെഡ് കളർ ആവാൻ കാരണം ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. നമുക്ക് ചുവന്ന കളറ് രക്തം തരുന്ന ആള്, അതിന് കാരണം കളർ വരാൻ കാരണമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ പണി എന്താ? ഓക്സിജനെ നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങൾക്കും ടിഷ്യൂസിനും കൊടുക്കുന്ന ആളും അവിടെയുള്ള കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു വാങ്ങുന്ന ആളുമാണ് ഹീമോഗ്ലോബിൻ. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂളുകളെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഒരു ഹീമോഗ്ലോബിനില് ഒരുപാട് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിന്റെ പണി ഒന്ന് ഓക്സിജനെ അങ്ങോട്ട് കൊണ്ടുപോവുക, കാർബൺ ഡയോക്സൈഡിനെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് തിരിച്ച് കളയുക. മെയിൻ ആയിട്ടുള്ള പണി റെഡ് കളർ, ചുവന്ന കളർ തരുന്ന ആളാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം എന്താണെന്ന് നമുക്ക് നോക്കാം. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പിഗ്മെന്റേ അല്ല. അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് വെട്ടാം. ല്യൂക്കോപ്ലാസ്റ്റ് ഇറ്റ് ഈസ് എ കളർലെസ് പ്ലാസ്റ്റിഡ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽസ് മെയിൻലി ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റോറേജിന്, ഭക്ഷണം സംഭരിക്കാൻ ചെടികളിൽ കാണപ്പെടുന്ന ഒരാളാണ് ആര്? ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ കറക്റ്റ് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. കറക്റ്റ്ലി മാച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഇതില് കറക്റ്റ് മാച്ച് ചെയ്തിട്ട് ആൻസറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഇതിൽ ഓപ്ഷൻ എ ചെമ്പല്ലി. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ ചെമ്പല്ലി, ഓപ്ഷൻ ബി കോലൻ, ഓപ്ഷൻ സി ബോയർ, ഓപ്ഷൻ ഡി ഗ്രേ ജയന്റ്. അപ്പുറത്ത് എന്താ കൊടുത്തിട്ടുണ്ട്? റാബിറ്റ്, ഡക്ക്, ഹണീബി, ഗോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെമ്പല്ലി എന്ന് പറയുന്നത് ഒരു ഡക്ക് വെറൈറ്റിയാണ്. ചെമ്പല്ലി ഡക്ക് വെറൈറ്റി റിയേർഡ് ഇൻ കേരള. കേരളയിൽ കാണപ്പെടുന്ന ഒരു ഡക്ക് വെറൈറ്റി, ഒരു താറാവ് ഒരാളാണ്, ഒരു ടീമാണ് ആര്? ചെമ്പല്ലി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാൻ അതിന്റെ പിക്ചർ ആഡ് ചെയ്യാൻ മറന്നുപോയി, സോറി. നെക്സ്റ്റ് വൺ പറയുന്നത് കോലനാണ്. കോലൻ എന്ന് പറയുന്നത് ഒരു ഹണീബി വെറൈറ്റിയാണ്. നമ്മളെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു തേനീച്ചന്റെ ഒരു വെറൈറ്റി ആണ് കോലൻ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ ബോയർ ആണ്. ബോയർ എന്ന് പറയുന്നത്, ബോയർ ഈസ് എ ഫേമസ് മീറ്റ് പ്രൊഡ്യൂസിങ് ഗോട്ട് ബ്രീഡ് ഒറിജിനേറ്റിംഗ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഇറച്ചിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ആട് വെറൈറ്റിയാണ് ബോയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്രേ ജയന്റ് ആണ്. ഗ്രേ ജയന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇറച്ചിക്കും തോലിന് ഫറിന് വേണ്ടിയിട്ടും വളർത്തുന്ന, തോലിനും രോമത്തിനും വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു റാബിറ്റ് വെറൈറ്റി അഥവാ ഗ്രേ ജയന്റ്, ഒരു മുയലാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഓപ്ഷൻ എ ആൻസർ എന്താണ്? 2 ആണ്. ഓപ്ഷൻ എ 2 വരുന്ന 2. ഓപ്ഷൻ എ 2 വരുന്ന ആക്ച്വലി ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ ഇവിടെ, അല്ലെ? അങ്ങനെയൊക്കെ വന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഓപ്ഷൻ എ 2 വരുന്നു. അതേപോലെ ഓപ്ഷൻ ബി 3 നോക്കാം. ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 1. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്കൊരു 2 ആൻസർ അറിഞ്ഞാല് ആ ഓപ്ഷൻ ഉള്ളത് ഏതാന്ന് ആദ്യം നോക്കി വെക്കാം. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതെങ്കിലും 2 അറിഞ്ഞു വെച്ചത് ഇങ്ങനെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. ഏതെങ്കിലും 2 അറിഞ്ഞു വെച്ചാൽ അതൊന്ന് നോക്കി നോക്കാം, ആൻസർ ഇതിലുണ്ടോ നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടാനുള്ള ഒരു ചാൻസ്, സ്കോപ്പ് കൂടുതൽ ആണ്.